ಚೀಟಿಂಗ್ ಮಾಡ್ತಾರೆ. ಡಾಕ್ಯುಮೆಂಟಾ? ಜಾಗ ಓನರ್ ಯಾರ್ರಿ? ಇಲ್ಲಿದಾರಲ್ಲ ಅವರೇ ಓನರು. ನೀವೇನಾ? ಹಾಂ ಹೌದು, ಅವ್ರು ಇವ್ರಿಗೆ ಮಾರಾಟ ಮಾಡಿದ್ದಾರೆ. ಸರಿ, ಡಾಕ್ಯುಮೆಂಟ್ ತೋರಿಸಿ. ಸ್ವಲ್ಪ ನೋಡಿ ಸರ್. ಡ್ಯೂಪ್ಲಿಕೇಟ್ ಅಂತ. ಏಯ್ ಸರ್, ಡಾಕ್ಯುಮೆಂಟ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆಯಲ್ರಿ? ಕಾರ್ಪೊರೇಷನ್ ರಿಜಿಸ್ಟ್ರೇಷನ್ ಬೇರೆ ಇದೆ ಅಲ್ರಿ? ಮತ್ತೇನ್ರಿ ಕಿರಿಕೋ? ಇಲ್ಲ ಸರ್, ಒರಿಜಿನಲ್ ಎಲ್ಲ ನಮ್ಮ ಹತ್ರ ಇದೆ. ಕಿರ್ಸ್ಬೇಡ್ರಿ, ಇಲ್ಲಿ ಕಿರ್ಸ್ಬೇಡ್ರಿ, കോടതിയിൽ കിർസ്രേ. നിങ്ങളുടെ ഡോക്യുമെന്റ് വ്യാജമാണെന്നും സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ നിൽക്കുന്ന ആളാണെന്നും ഈ ഉടമസ്ഥൻ ഷെട്ടിക്ക് വിറ്റതായിട്ടുള്ള രേഖകളും അവരുടെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ രജിസ്ട്രേഷനും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ಇನ್ಸ್ಪೆಕ್ಟರ್ ನೋಡಿ ಸ್ವಲ್ಪ. ಸರಿ 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 ಸರ್, ಬೇಜಾರು ಮಾಡ್ಕೊಳ್ಬಿಡಿ, ನಾನ್ ನೋಡ್ಕೊಳ್ತೀನಿ ಇದು. ರೀ ವಕೀಲ್ರೆ, ಇಫ್ ಯು ಗೋ ಟು ದ ಕೋರ್ಟ್, ನೀಂಗ ಸೋತ್ ಬಿಟ್ರಂಗೆ ಯು ವೋಂಟ್ ವಿನ್ ದ ಕೇಸ್. ದ ಬೆಸ್ಟ್ ಥಿಂಗ್ ಇಸ್ நான் ஷர்ட்டுக்கிட்ட பேசுறோம், நீங்க ಸ್ವಲ್ಪ അഡ്ജസ്റ്റ്മെന്റ് பண்ணி ಸ್ವಲ್ಪ സില്ലറ വാങ്ങി പോയിടുங்க. ചില്ലറ വാങ്ങി സ്കൂട്ടാവണമെന്ന് ഞങ്ങൾ ആലോചിച്ചോളാം. പിന്നെ ഷെട്ടി ഇവനെങ്ങനെ ചവിട്ടി പുറത്താക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. പാടാ ಬೇಡ. ಗೂಬೆಗಳಿಗೆ ಏನ್ ಅರ್ಥ ಆಗಲ್ಲ ರೀ. ನನ್ನ ಮಕ್ಕಳು ತಿರುಗಾ ಬಂದ್ರ. ഏയ് क्या कर रहे हो बे? ആരാടാ അത്? മാവനിറക്കിയ പിള്ളേര് കൊള്ളാം. നല്ല വില വരാം അല്ലേ? അന്നേ നിനക്കൊന്ന് തരണം വിചാരിച്ചതാ. ഞങ്ങളുടെ സ്ഥലം കയ്യേറുമല്ലോടാ. ഒളിച്ച പത്ത് കളിക്കാനുള്ള തടിയാ. എടാ താനാണോ ശ്രീരാമ ഷെട്ടി? അടിക്കലിന് മുമ്പ് കരയണോ? അല്ലല്ലേ ഏത് അടിച്ചെന്നാലും ഈ കവറിട്ടോമാരൊക്കെ കള്ളന്മാരാ. കോപ്പന്മാര് ഒരു തുള്ളി പോലും വെച്ചിട്ടില്ല. ഓർമ്മയില്ല. ഷെട്ടി വിട്ടു. അവന്റെ നമ്മുടെ ബോഡി അല്ല പിന്നെ കൈയടിക്കടാ. തല്ലി വിട്ടാണല്ലോ. ചേട്ടാ ഇവനെ ഒന്ന് ഇടിക്കോ? അല്ലെ ഇവൻ നാട്ടിപ്പോ എല്ലായിടത്തും പറയും ഇവൻ ഓടിയായിരുന്നു. ബുധനാഴ്ച നീയാ ഓർക്കണ്ടേ? தம்பி, பாம்பு இருக்கா உங்ககிட்ட? എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുണ്ടാ? പുറത്തുണ്ട്. பரவாயில்ல, என்கிட்ட இருக்க. ಕಾಲ ಆಚೆ ಇಟ್ಟು ಸರಿ ಮಲ್ಕೋ. എന്താ വൈകിയേ? 2
ഒടിവ് കൂടുതലുണ്ടായിരുന്നു. എനക്കിട്ട് കിട്ടണ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ബോധം പോയി. ബോധം വന്നപ്പോഴേക്കും ഇവിടെ പോരൽ തുടങ്ങി. ആ എന്താടാ? ഇവൻ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആവേശത്തിന് കൂടെ നിന്ന. ആ ഷെട്ടിയും കുറേ പേരും കൂടെ റൂമിൽ കയറി വന്നിട്ട് ഒരു ഷഡ്ഡി പോലും ഇടാൻ സമ്മതിക്കാതെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞടാ. എന്നിട്ട് എൻ മലയിലെ ജാഗർ നിലനിന്ന നോട്ടുടെ ശൂലമിട്ട് ഗുമസ്തിനി എന്നൊക്കെ പറഞ്ഞു. എന്തുവാടേത് അത് എന്ന് പറഞ്ഞ ഇനിമേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ പോരുകാളെ വിട്ട് കുത്തിക്കുമെന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എടാ ഞാനിന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോ യുവന്മാരെല്ലാരും കൂടെ എന്നെ കയറി വളഞ്ഞു. ഞാൻ പിന്നെ അവരുടെ കാല വീണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ബാംഗ്ലൂർ കണ്ടേക്കല്ലെന്നാ പറഞ്ഞിരിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ തല്ലിനും പിടിക്കൊന്നും പോണ്ടാന്ന്. മാമനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. നീ ആ വക്കീലിനെ ഒന്ന് വിളിച്ചേ. ഒന്ന് സുപ്രമ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. മാമ എവിടെ പോയി കിടക്കുക? ഞാനിങ്ങ് പോന്നടാ. ഇവിടെ നെല്ലിന് മരുന്നടിക്കുക. ആ ഷെട്ടിമാരെല്ലാം കൂടെ തിരിച്ചു തല്ലിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. വേഗം വന്നാ കാണാം. അല്ല നിങ്ങൾ എന്ത് പണി കാണിച്ച്? എടാ നമ്മളൊരു നാട്ടിൽ ചെന്നും അവിടെ ഉള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ ആർക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാമ മാറി കണ്ടില്ലേ? ഞാനാണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങളോട് പറയാനും മറന്നുപോയി. എന്നാ ശരി വെക്കല്ലേ? മാമ മുങ്ങി. സുപ്ര, ആ പാവം പിടിച്ച പിള്ളേരെയൊക്കെ തല്ലു കൊള്ളിച്ചല്ലേ? താൻ തന്റെ പണി നോക്കിയാ മതി കേട്ടാ. ദേ കൂടുതൽ കളിച്ച വൈകുന്നേരം 1000ന്റെ നോട്ടങ്ങ് തരും കൂലിയായിട്ട്. പെട്ടുപോകും. എല്ലാ കള്ളപ്പണക്കാരും ഞങ്ങൾ പിടിക്കും കേട്ടാ. ഫോട്ടോ എടുത്തേ ഡൽഹിയിൽ അയച്ചു കൊടുക്കും. രാജ്യദ്രോഹികളും ഒറ്റ വിടില്ല.